ഓഗസ്റ്റ് 6 ഈശോ മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ. ഈശോ മിശിഹായുടെ ദൈവീക മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത സുവിശേഷ സംഭവത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ. എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ക്രൈസ്തവ സഭകൾ ഈ തിരുനാൾ ആചരിക്കുന്നത്. ഗാഗുൽത്തായിലെ തൻ്റെ സഹനങ്ങൾക്ക് ഏതാണ്ട് 1 വർഷം മുൻപ് ഈശോ ഗലീലിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ വിശുദ്ധ പത്രോസിനെയും സെബദിയുടെ മക്കളായ വിശുദ്ധ യാക്കോബിനെയും വിശുദ്ധ യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താബോർ മലമുകളിലേക്ക് പോയി. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവ്യപ്രകാശം അവിടുത്തെ ശരീരത്തെ മുഴുവൻ വലയം ചെയ്തു. ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുകയും വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെളുത്ത് കാണപ്പെടുകയും ചെയ്തു. ആ അവസരത്തിൽ പഴയ നിയമത്തിലെ നിയമത്തിൻ്റെ പ്രതീകമായ മോശയും പ്രവാചകന്മാരുടെ പ്രതീകമായ ഏലിയായും ഈശോയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതായി ആ 3 അപ്പസ്തോലന്മാർക്കും ദർശിക്കുവാൻ കഴിഞ്ഞു. ജെറുസലേമിൽ സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഈശോയുടെ മരണത്തെക്കുറിച്ച് മോശയും ഏലിയായും ഈശോയോട് വിവരിക്കുകയായിരുന്നു. ഈ അതിശയകരമായ ദർശനം കണ്ട അപ്പസ്തോലന്മാർ വിവരിക്കാനാവാത്ത വിധം സന്തോഷവാന്മാരായി. വിശുദ്ധ പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനം. ഈ സ്വരം കേട്ടപ്പോൾ പെട്ടെന്നൊരു ഭയം അപ്പസ്തോലന്മാരെ പിടികൂടി. അവർ നിലത്തു വീണു. എന്നാൽ ഈശോ അവരുടെ അടുത്ത് ചെന്ന് അവരെ സ്പർശിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ ഉടനടി എഴുന്നേറ്റു. അപ്പോൾ സാധാരണ കാണുന്ന ഈശോയെയാണ് അവർക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത്. മലയിൽ നിന്നും ഇറങ്ങുമ്പോൾ താൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ ഇക്കാര്യം ആരോടും പറയരുതെന്ന് ഈശോ അവരെ വിലക്കി. ഈ രൂപാന്തരീകരണത്തിലൂടെ പുനരുദ്ധാന ഞായറാഴ്ചയ്ക്ക് ശേഷം താൻ സ്ഥിരമായി ആയിരിക്കുവാൻ പോകുന്ന മഹത്വമാർന്ന അവസ്ഥയിലേക്ക് ഈശോ അല്പസമയത്തേക്ക് പോവുകയായിരുന്നു. തൻ്റെ സഹനങ്ങളെയും മരണത്തെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ അസ്വസ്ഥരായ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക എന്നതായിരുന്നു അവിടുത്തെ രൂപാന്തരീകരണത്തിൻ്റെ ലക്ഷ്യം. ഈശോയുടെ രക്ഷാകര ദൗത്യത്തിന് കുരിശ്, മഹത്വം എന്നീ 2 വശങ്ങൾ ഉണ്ടെന്നുള്ള വസ്തുത അപ്പസ്തോലന്മാർ മനസ്സിലാക്കുകയായിരുന്നു. 1456 ബെൽഗ്രേഡിൽ വെച്ച് ഓട്ടോമൻ തുർക്കികൾക്കെതിരെ ക്രൈസ്തവ സൈന്യം നേടിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി കാലിക്സ്റ്റസ് 3-ാമൻ മാർപ്പാപ്പ 1457 ഈ തിരുനാൾ റോമൻ കത്തോലിക്ക സഭയിലുടനീളം സാർവത്രികമായി ആഘോഷിക്കുവാൻ ഉത്തരവിട്ടു. കർത്താവിൻ്റെ രൂപാന്തരീകരണം ദൈവമെന്ന നിലയിലുള്ള നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെയും അവൻ്റെ സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലിനെയുമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ തിരുമുഖം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ മഹത്വത്തെ ഈ തിരുനാൾ എടുത്തു കാണിക്കുന്നു. ദൈവത്തിൻ്റെ അവർണ്ണനീയമായ കരുണയാൽ അനശ്വര ജീവിതം എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നമ്മളും ഉൾപ്പെടുന്നു. ഈശോയോടൊപ്പം സഹനങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കെല്ലാവർക്കും അവിടുത്തോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് അവിടുത്തെ രൂപാന്തരീകരണ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലും ആന്തരികമായ ഒരു രൂപാന്തരീകരണം ഉണ്ടാവാൻ ഈ തിരുനാൾ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുന്നു.